ചില ആളുകൾക്ക് അമൽ കണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വരെ കാത്തു നിൽക്കണ്ടേ എന്നുള്ള കുറേ ആൾക്കാരുണ്ടാവും. പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ, ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ, നാളെ തന്നെ തുടങ്ങാൻ പറ്റുമോ എന്ന് കുറേ ആൾക്കാർ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലതാണെങ്കിൽ ചെയ്തോളി, കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ഉത്തമമായ അസല് നിങ്ങൾക്ക് വെള്ളിയാഴ്ച തുടങ്ങലാണ്. വെള്ളിയാഴ്ച അസ്സലാമു അലൈക്കും നമസ്കാരമൊക്കെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഇർബദ് മീഡിയയുടെ നബിദിന ആശംസകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റബീഉൽ അവ്വൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു കബൂലാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ഹുബ്ബീങ്ങളെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തമ്പലൈൻ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അമൽ കടയിൽ കച്ചവടം, ബിസിനസ്, സാമ്പത്തികമായ പുരോഗതി. അതിൽ മെയിനായിട്ട് പറയേണ്ടത് കടയിലെ കച്ചവടമാണ്. ബിസിനസ് ധാരാളം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അമൽ, ഒരു കളവും കൊണ്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യാനും ഇതുകൊണ്ട് ഒരുപാട് പ്രതിഫലം ലഭിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ ഭർത്താക്കന്മാർ എന്തെങ്കിലും കച്ചവടം ചെയ്യുന്ന ആളുകളാണോ? വിദേശത്തോ സ്വദേശത്തോ ഏതെങ്കിലും രീതിയിലുള്ള കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും കച്ചവടം ആയിട്ടില്ല, ഇനി സ്വാഭാവികമായിട്ട് ഏതെങ്കിലും കടയിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് ശമ്പളം മേടിക്കുന്ന ആളുകളാണെങ്കിലും, ഇനി അതല്ല ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും, ഏത് നിലക്കുള്ള കച്ചവടമാണെങ്കിലും അതിലൊരു അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ആണ് ഞാൻ ഈ അമൽ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ കച്ചവടം തുടങ്ങിയ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു, നല്ല സെയിൽസ് നടന്നിരുന്നു, നല്ല റാഹത്തായിരുന്നു. പെട്ടെന്നാണ് എന്തായത്, ഒരു പ്രയാസം വന്നത്, പെട്ടെന്നാണ് എന്തായത്, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയത്, കച്ചവടം മുടങ്ങിയതൊക്കെ പെട്ടെന്നായിരുന്നു എന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് മുടങ്ങുന്ന കച്ചവടങ്ങളും ബിസിനസ്സുകളും തകർച്ചകൾക്കും പിന്നിൽ ശക്തമായ കണ്ണേറ്, സിഹർ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് ബാത്തിലാക്കാനുള്ള പണി ചെയ്യാം. സിഹർ ബാത്തിലാക്കാനുള്ള ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലേത് നോക്കിയിട്ട് നിങ്ങൾ സിഹർ ബാത്തിലാക്കാം. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ഈ പറഞ്ഞു തരുന്ന അമൽ നിങ്ങൾ ചെയ്യുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ കളം പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഹുൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഇസ്മായ യാ റാഫിഅ യാ അള്ളാ എന്നുള്ള ഇസ്മിൻ്റെ കളമാണ്. യാ റാഫിഅ. യാ റാഫിഅ എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് സ്ഥാനം ഉയർത്തുന്നവൻ എന്നാണ്. സ്ഥാനം ഉയർത്തുന്നവൻ എന്നാണ് ആ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. അള്ളാഹു ആ അർത്ഥം പോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സംരംഭം അള്ളാഹു ഉയർത്തി വളരെ അത്ഭുതകരമായ ഒരു വിജയം അള്ളാഹു കാണിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ബിസിനസ്സുകാരെ, കച്ചവടം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഈ കളം എന്ത് ചെയ്യുക? വെള്ളിയാഴ്ച ദിവസം തുടങ്ങുക. പല ആളുകളോടും നമ്മൾ വെള്ളിയാഴ്ച ദിവസമാണ് ഈ അമൽ ചെയ്യേണ്ടത്, തുടങ്ങേണ്ടതെന്ന് പറയുമ്പോൾ ചില ആളുകൾ കരുതിയിരിക്കുന്നത് ഇത് വെള്ളിയാഴ്ച തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു ദിവസം ചെയ്യാൻ പറ്റൂല എന്ന് കുറേ ആൾക്കാർ കരുതിയിരിക്കണം. പക്ഷെ അങ്ങനെയല്ല. വെള്ളിയാഴ്ച തുടങ്ങുക എന്നുള്ളത് നല്ല ഒരു ലക്ഷണമാണ്. നമുക്ക് ബിരിയാണി തിന്നാലും വയറ് നിറയും, സാധാ ചോറ് തിന്നാലും വയറ് നിറയും. ബിരിയാണി തിന്നുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? എന്നതുപോലെ തന്നെ വെള്ളിയാഴ്ച ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു രസം, ഒരു പെട്ടെന്നൊരു ഫലം ലഭിക്കും. ഏത് ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് അമൽ കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വരെ കാത്തു നിൽക്കണ്ടേ എന്നുള്ള കുറേ ആൾക്കാരുണ്ടാവും. പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ, ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ, നാളെ തന്നെ തുടങ്ങാൻ പറ്റുമോ എന്ന് കുറേ ആൾക്കാർ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലതാണെങ്കിൽ ചെയ്തോളി, കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ഉത്തമമായ അസല് നിങ്ങൾക്ക് വെള്ളിയാഴ്ച തുടങ്ങലാണ്. വെള്ളിയാഴ്ച സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രീ ആയി റാഹത്തായിട്ട് ഇരുന്നിട്ട് ഒരു വെള്ള പേപ്പറും
കറുപ്പ് മഷി പേനയും എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ കാണിച്ചു തരുന്ന കളം നിങ്ങൾ വൃത്തി പോലെ എഴുതുക. ഇനി എഴുതാൻ പ്രയാസമുള്ള ആളുകൾ ഈ കാണുന്ന കളം ഒരു പ്രിൻ്റ് എടുത്താലും മതി. പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ വൃത്തിയിൽ നിസ്കരിച്ചിരുന്ന് നല്ല ദുആക്കെ ചെയ്ത് കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലി നിങ്ങൾ ഈ കളം നിങ്ങൾ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ എഴുതുന്നതാണ്. എഴുതാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. ഇനി അതല്ല ഞാൻ എഴുതി തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എഴുതി തരാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ എഴുതിയിട്ട് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കളം എഴുതുക. ഈ കളത്തിൻ്റെ മുകൾ ഭാഗത്ത് റാഫിയ എന്നാണ് എഴുതിയിട്ടുള്ളത്, അക്ഷരം റാഫിയ എന്നാണ് എഴുതിയിട്ടുള്ളത്. താഴേക്കാണ് പിന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, അക്കങ്ങളായിട്ട്, അക്ഷരങ്ങൾ മാറിയിട്ട് അക്കങ്ങളായിട്ടുള്ളത് താഴേക്കാണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ കളം നിങ്ങൾ എഴുതിയിട്ട് ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, 351 തവണ 351 തവണ യാ റാഫിഉ യാ അല്ലാ എന്നുള്ള ഇസ്മ മന്ത്രിച്ച് അതിലേക്ക് ഊതുക. ശേഷങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഊതിയതിനു ശേഷം ഇത് മടക്കുക. ഇത് മടക്കിയിട്ട് നല്ല വൃത്തിയുള്ള നിങ്ങൾ പൈസ ഒക്കെ വെക്കണ ഷെൽഫിൽ എവിടെയെങ്കിലും വെക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. തുടർന്ന് ഒരു 41 ദിവസം മുടങ്ങാതെ നിങ്ങൾ ഈ 351 തവണ യാ റാഫിഉ യാ അല്ലാ എന്ന് നിങ്ങളൊന്ന് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അത്ഭുതകരമായ കച്ചവടത്തിലുള്ള മാറ്റം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. അതിന് സബബാകുന്ന ഒരു അമലായിട്ട് ഈ അമലിനെ അള്ളാഹു മാറ്റിത്തരട്ടെ ഇൻഷാ അല്ലാഹ്. കച്ചവടം ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ ഈ അമലൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു വലിയ സമാധാനവും സന്തോഷമൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെ വീഡിയോ കാണുന്ന പല ആളുകളും വീഡിയോ കാണുന്നുണ്ട്, അമൽ ചെയ്യുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, ഈ അമലിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.